ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ഗവൺമെന്റ് ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വനിതകൾക്ക് അവസരമുള്ള ഒരു ഗവൺമെന്റ് ജോലി, പാർട്ട് ടൈം ഗവൺമെന്റ് ജോലിയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ജോലി അവസരമാണ്. കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ വന്നിരിക്കുന്ന പുതിയൊരു ജോലി അവസരത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സൈറ്റ് സൂപ്പർവൈസർ പാർട്ട് ടൈം ബേസ്ഡ് ജോലിയാണ്. ഈ പോസ്റ്റിനാണ് നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ നിയമനം കേരള സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖേനയാണ് നടത്തുന്നത്. അതിനാൽ ഇത് വിശ്വസനീയവും സർക്കാർ പിന്തുണയുള്ളതുമായ ഒരു മികച്ചൊരു അവസരമാണ് നിങ്ങൾക്കിത്. നമുക്ക് ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ആദ്യം നമുക്ക് കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSWDC എന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. KSWDC എന്നത് വനിതകളുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണിത്. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം, സ്വയം തൊഴിൽ, സാമ്പത്തിക സഹായം എന്നിവ നൽകിക്കൊണ്ട് അവരെ ശക്തരാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഇവർ നടത്തുന്ന ഒരു പ്രധാന പദ്ധതിയാണ് വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ കൺസെഷൻ. ഇതിന് പിന്തുണയായിട്ടാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. അതാണ് ഈ സൈറ്റ് സൂപ്പർവൈസർ നിയമനം നടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജോബ് റോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് പോസ്റ്റിന്റെ പേര് വരുന്നത് സൈറ്റ് സൂപ്പർവൈസർ പാർട്ട് ടൈം ബേസ്ഡ് ജോലിയാണ്. നിയമനം നിങ്ങൾക്ക് 3 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ചെങ്ങന്നൂരുള്ള പാണ്ടനാട്, മാവേലിക്കരയുള്ള നൂറിനാട്, പിന്നെ ഇടുക്കിയിലുള്ള ചെറുതോന്നി. ഈ 3 സ്ഥലങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ യോഗ്യതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ യോഗ്യത ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. BTech പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രായപരിധി നമുക്ക് പറയുന്നുണ്ട്. പ്രായപരിധി 62 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രതിമാസം 10,000 രൂപ അലവൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് റിട്ടയർഡ് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഈ ജോലിയിലേക്ക് കയറുന്നതിന് വലിയൊരു ഘടകമാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഓൺലൈൻ മോഡാണ്, പൂർണ്ണമായും ഓൺലൈൻ മോഡിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 ഒക്ടോബർ 2025 വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം തരും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ വിവരങ്ങളും നിങ്ങൾ ശരിയായി നൽകണം. കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും നൽകേണ്ടത് ആവശ്യമുണ്ട്. കൂടാതെ തെറ്റായോ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള അപേക്ഷ നൽകാതെ ആയാൽ നിങ്ങൾ റിജക്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റ് എല്ലാം വ്യക്തമായി തന്നെ അപ്ലോഡ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പ്രോത്സാഹന സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വേണം. മാർക്ക് ലിസ്റ്റ് മാത്രം മതിയാകില്ല. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എല്ലാം ഓർമ്മിക്കണം. കൂടാതെ അടുത്ത നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സാണ്. ഇതിൽ എങ്ങനെയാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയ CMD നിശ്ചയിച്ചിട്ടുള്ള രീതിയിലായിരിക്കും. ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ഉണ്ടായിരിക്കും, ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആയവർക്ക് മാത്രമേ മെയിൽ അല്ലെങ്കിൽ SMS വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ സ്പാം ഫോൾഡർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അവർ നോട്ടിഫിക്കേഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ CMDയുടെ ഹെൽപ്പ് ഡെസ്ക് വിളിക്കാവുന്നതാണ്. അവരുടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞുതരാം. അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മികച്ചൊരു പാർട്ട് ടൈം സർക്കാർ അവസരം തന്നെയാണ്. നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാം. അവസാന തീയതി ഒക്ടോബർ 15, 2025 ആണ്. നിങ്ങളൊരു ജോലി കഴിഞ്ഞ് നിൽക്കുന്ന റിട്ടയർഡ് പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ. സെൻട്രൽ ഫോർ മാനേജ്മെന്റിന്റെ കീഴിൽ വന്നിരിക്കുന്ന സൈറ്റ് സൂപ്പർവൈസർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 62 വയസ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കൂടാതെ നിങ്ങളുടെ മന്ത്ലി അലവൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. ഇതുകൂടാതെ നിങ്ങളുടെ ഗൂഗിൾ ഫോമും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റും 15/10/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതൊരു പാർട്ട് ടൈം ബേസ്ഡ് സൈറ്റ് സൂപ്പർവൈസർ പോസ്റ്റാണ്. ഇതാണ് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ഗൂഗിൾ ഫോം വരുന്നത്. റിക്രൂട്ട്മെന്റ് ഫോർ സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് സൈറ്റ് സൂപ്പർവൈസർ അറ്റ്
KSWDC. ഇതിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണം. ഇതിലാദ്യം നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം. അപ്ലൈ ഫോർ പോസ്റ്റ് സൈറ്റ് സൂപ്പർവൈസർ. അത് കഴിഞ്ഞ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എഴുതിയാണ് ചേർക്കാനുള്ള. SSLC ആണെങ്കിൽ SSLC, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ജോലിക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത് അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങൾ അതിന് കിട്ടിയ ഏത് ക്ലാസ്സാണ്, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, തേർഡ് ക്ലാസ് ആണോ, അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത് അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടും കൂടി ഇതിൽ മെൻഷൻ ചെയ്യണം. അത് രണ്ടും ബാറിട്ടിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യണം. കൂടാതെ അത് കഴിഞ്ഞ ശേഷം അടുത്ത് ചോദിക്കുന്നത് യു ഹാവ് റിട്ടയർഡ് എംപ്ലോയി ഫോർ എനി സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്. നിങ്ങൾ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയോ ആയിട്ടുണ്ടായിരുന്നോ, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതിന് ചോദിക്കുന്നു. അതിന് യെസ് കൊടുക്കുക. അതിനുശേഷം അവസാനം നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം ഉൾപ്പെടെ അപ്ലോഡ് യുവർ 10 സപ്പോർട്ടിംഗ് ഫയൽ, നിങ്ങളുടെ CV-യും കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഫയലും മെൻഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം ഇവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ജോലിയില്ലാത്ത നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് സിവിൽ ഡിപ്ലോമ ചെയ്തവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ജോലിയാണ്. ഇതുപോലെ കൂടുതൽ സർക്കാർ ജോലി അപ്ഡേറ്റും ഗവൺമെൻറ് ജോലി അപ്ഡേറ്റും വർക്ക് ഹോം ജോലി അപ്ഡേറ്റും എല്ലാം എൻ്റെ ഈ ചാനൽ വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.